ഓക്കെ, അപ്പോൾ ജൂലൈ 2019 നടന്ന ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ കെപ്ലേഴ്സിൻ്റെ ലോസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുന്നത് ലോ ഓഫ് പീരീഡിനെ കുറിച്ചാണ്. കെപ്ലേഴ്സിൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം ലോ ഓഫ് ഓർബിറ്റ് ആണ്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഏരിയ ആണ്. തേർഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് പീരീഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ലോ ഓഫ് പീരീഡ് എന്താണെന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതേ ആ ലോ ഓഫ് പീരീഡ് വെച്ചിട്ട് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് സെക്കൻഡ് ലോയിൽ എന്തിൻ്റെ കൺസർവേഷനെ കുറിച്ചാണ് എന്നുള്ളതാണ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ലോ ഓഫ് പീരീഡ് എന്താണെന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ ഓരോ ലോയും ഒന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാം. ഫസ്റ്റത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഓർബിറ്റ്സ് ആണ്. ലോ ഓഫ് ഓർബിറ്റ്സിൽ പറയുന്നത് എവറി പ്ലാനറ്റ്സ് revolves around the sun in an elliptical orbit in which sun at one of its foci എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ നമുക്കറിയാം 2 ഫോക്കസ് ഉണ്ട്, ഇതൊന്ന്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോക്കസിൽ സൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ സണ്ണിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോക്കസിൽ സൺ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഈ എലിപ്സിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കസിൽ സണ്ണിനെ വെച്ചിട്ട് സണ്ണ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പ്ലാനറ്റ്സ് അതിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ലോ ഓഫ് ഓർബിറ്റ്സിൽ പറയുന്നത്. എവരി പ്ലാനറ്റ്സ് റിവോൾവ്സ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഇനി സെക്കൻഡ് ലോ പറയുന്നത് ലോ ഓഫ് ഏരിയ ആണ്. അത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ഞാനിവിടെ ഒരു എലിപ്സ് വീണ്ടും കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് സണ്ണ്. ഇനീഷ്യലി ഒരു പ്ലാനറ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, P1 എന്ന് പറയുന്ന പൊസിഷനിൽ. അപ്പോൾ ഞാൻ ഈ സൺ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് പ്ലാനറ്റിലേക്ക് ഒരു റേഡിയസ് വെക്ടർ വരച്ചിരിക്കുകയാണ്. ഒരു സെർട്ടൻ ടൈം കഴിഞ്ഞപ്പോൾ പ്ലാനറ്റ് ഈ പോയിന്റിൽ നിന്ന് ഇതേ ഇങ്ങോട്ടേക്ക് മാറി P2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഈ സണ്ണിൽ നിന്ന് ആ പ്ലാനറ്റ് പുതിയ പൊസിഷനിലേക്ക് ഞാനൊരു വെക്ടർ വരച്ചു. അപ്പോൾ എനിക്കിവിടെ ഒരു ഏരിയ കിട്ടി. ഒരു സെർട്ടൻ ഏരിയ ഞാനിവിടെ മാർക്ക് ചെയ്തു. അങ്ങനെ വന്ന് സപ്പോസ് ഈ പ്ലാനറ്റ് ഇവിടെ എത്തി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെയും ഞാൻ ഏരിയ വെക്ടർ കാണിച്ചിട്ട് റേഡിയസ് വെക്ടർ വരച്ചിട്ട് ഏരിയ മാർക്ക് ചെയ്തു. അപ്പോൾ P3 P4 എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ലോയിൽ പറയുന്നത് ദി റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം സൺ ടു ദി പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സണ്ണ്. ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. സപ്പോസ് ഇതിനെടുക്കുന്ന സമയം T നോ ഞാൻ എന്തോന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പ്ലാനറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇത് സ്വീപ്സ് ഔട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ഇത്രയുമാണ്. ഇതേ ഏരിയ തന്നെയായിരിക്കും P3 നിന്ന് P4 വരുമ്പോഴും എടുക്കുക. എപ്പോൾ? ഇതേ സമയം കൊണ്ടാണ് അത് ഇങ്ങോട്ടേക്കും വരുന്നത് എങ്കിൽ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാനറ്റ് എത്ര സമയം എടുത്തു, അതേ സമയമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരാൻ എടുത്തതെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ 2 ഏരിയയും സെയിം ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഏരിയ പറയുന്നത്. ദി റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം സൺ ടു ദി പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, അതാണ് സെക്കൻഡ് ലോ. കെപ്ലേഴ്സിൻ്റെ തേർഡ് ലോ പറയുന്നത് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ലോയാണ്. T² ഈസ് പ്രൊപ്പോർഷണൽ ടു A³ എന്ന് നമുക്കതിനെ മാത്തമാറ്റിക്കലി എഴുതാൻ പറ്റും. ഇത് മീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസും മൈനർ ആക്സിസും ഒക്കെ നമുക്കറിയാം. ഒരു എലിപ്സിനെ സംബന്ധിച്ച് ഇതാണ് അതിൻ്റെ സെമി മേജർ ആക്സിസ്. ഇത് മേജർ ആക്സിസ്, ഇത് സെമി മേജർ ആക്സിസ്, ഇത് സെമി മൈനർ ആക്സിസ്. അപ്പോൾ തേർഡ് ലോ പറയുന്നത് സ്ക്വയർ ഓഫ് ദി ടൈം പീരീഡ്. അപ്പോൾ ഒരു പ്ലാനറ്റ് ഈ എലിപ്സിൽ ഇങ്ങനെ കറങ്ങാണ്, ഈ ഒരു ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങാണ് നമ്മുടെ സണ്ണിന് ചുറ്റും. അപ്പോൾ അത് കറങ്ങാൻ എടുക്കുന്ന ടൈം പീരീഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ പറയുന്നത് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് തേർഡ് ലോ എന്നുള്ളതാണ് അല്ലേ. സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്ക്വയർ ഓഫ് ദി ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് എന്ന് എഴുതിയിട്ട് ഈക്വേഷനും കൂടി അവിടെ എഴുതിയാൽ മതി. T² ഈസ് പ്രൊപ്പോർഷണൽ ടു A³. ഇതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതൊരു പ്രോബ്ലമാണ്. ഇതിനെ വെച്ചിട്ട് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. എ Saturn year is 29.5 times the Earth's year. How far is the Saturn from the Sun if the Earth is 1.5 into 10 raised to 9 kilometer away from the Sun എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ശ്രദ്ധിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ Saturn year എന്ന് പറയുന്നത് 29.5 ടൈംസ് ഓഫ് എർത്ത് ഇയർ എന്നുള്ളതാണ്.
അപ്പോൾ ടൈം പീരീഡ് ഓഫ് സാറ്റേൺ എന്ന് പറയുന്നത് 29.5 ടൈംസ് ഓഫ് എർത്ത്സ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ ഫാർ ഈസ് ദി സാറ്റേൺ ഫ്രം എർത്ത്? എർത്തിൽ നമ്മുടെ സാറ്റേണിലേക്ക് എത്ര ദൂരമുണ്ട് സണ്ണിൽ നിന്ന് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് AS ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഡാറ്റ AS. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ഡാറ്റ എന്ന് പറയുന്നത് ഇഫ് ദി എർത്ത് ഈസ് 1.5 × 10⁻⁹ കിലോമീറ്റർ അവേ ഫ്രം സൺ. അപ്പോൾ സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1.5 × 10⁻⁹ കിലോമീറ്റർ ആണ്. ഈ രണ്ട് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഈ AS എന്ന് പറയുന്ന ടേമാണ് കാണേണ്ടത്. നോക്കൂ, ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ലോ ഓഫ് പീരീഡ് അനുസരിച്ച് T² ഈസ് പ്രൊപ്പോർഷണൽ ടു A³ ആണെന്നറിയാം. അപ്പോൾ നമുക്കിതിനെ T1/T2 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A1/A2 ദി ഹോൾ ക്യൂബ് എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് AS ആണ്. ഞാൻ അതുകൊണ്ട് ഇവിടെ AS, AE, TS, TE എന്നൊക്കെ സിമ്പിളി മാറ്റിയാണ്. ഇനി TS എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഓഫ് സാറ്റേൺ ആണ്. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 29.5 ടൈംസ് ഓഫ് ടൈം പീരീഡ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ ഞാൻ അതിനെ 29.5 ഇൻറ്റു ടൈം പീരീഡ് ഓഫ് എർത്ത് ഡിവൈഡ് ബൈ ടൈം പീരീഡ് ഓഫ് എർത്ത് ദി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു AS ആണ് നമ്മൾ കാണാൻ പോകുന്നത്. AE നമുക്കറിയാം, അത് ഞാൻ ലാസ്റ്റ് എഴുതാണ്. ഇത്രയും ഹോൾ ക്യൂബ്. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ക്യൂബ് റൂട്ട് ഒന്ന് ക്യൂബ് ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ എഴുതാം. ഈ ടി കട്ടായി പോയി 29.5 ഹോൾ റേസ് ടു 2/3 എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടുന്ന് AS ഇസ് ഈക്വൽ ടു 29.5 ഹോൾ റേസ് ടു 2/3 ഇൻറ്റു AE എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 29.5 ഹോൾ റേസ് ടു 2/3 29.5 ഇറ്റ്സ് അബൌട്ട് 30 ആക്കി എടുത്തു കഴിഞ്ഞാൽ 30 റേസ് ടു 2/3 എന്ന് പറയുന്നത് 9.65 വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി AS ഇസ് ഈക്വൽ ടു 9.65 ഇൻറ്റു AE നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഡാറ്റയാണ് 1.5 × 10⁻⁹ കിലോമീറ്റർ ആണ്. സോ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദി ആൻസർ ഈസ് അബൌട്ട് 14.32 × 10⁻⁹ കിലോമീറ്റർ അല്ലെങ്കിൽ 10⁻11 മീറ്റർ എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത് ഏത് ലോയാണ് കൺസേർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻ സെക്കൻഡ് ലോ, ഏത് ക്വാണ്ടിറ്റിയാണ് കൺസേർവ് ചെയ്യുന്നത് ഇൻ സെക്കൻഡ് ലോ. ലോ ഓഫ് ഏരിയയിൽ എന്താണ് കൺസർവേഷൻ എന്നുള്ളതാണ്. ലോ ഓഫ് ഏരിയയിൽ നമ്മൾ കൺസർവേഷൻ പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ് അല്ലേ. ആംഗുലാർ മൊമെൻറ്റം L ആണ് നമ്മൾ കൺസർവേഷൻ പറയുന്നത്. നമുക്കറിയാം റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം സൺ ടു ദി പ്ലാനറ്റ് സീവ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്ന് പറയുന്ന ആ ലോയിൽ അതിൻ്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് dA/dt ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. dA/dt എന്ന് പറയുന്നത് ഏരിയൽ വെലോസിറ്റി ആണ് അല്ലേ. അതായത് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്ന് നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞതാണ്. അപ്പോൾ dA/dt ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നും അതിൻ്റെ ഡെറിവേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നത് dA/dt ഇസ് ഈക്വൽ ടു L/2m എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം ആണ്. അപ്പോൾ സെക്കൻഡ് ലോയിൽ എന്താണ് കൺസർവേഷൻ എന്ന് ചോദിച്ചാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഒട്ടും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതേണ്ട. എന്താണ് കൺസർവേഷൻ ചോദിച്ചാൽ അവിടെ ആംഗുലാർ മൊമെൻറ്റം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ 2019 ജൂലൈയിൽ ചോദിച്ചിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. 2019 മാർച്ചിലെ ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുന്നത് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 ആയിട്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡാണ്. അത് ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ എക്സാംസിനും നന്നായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ലിസൺ. അപ്പോൾ ആദ്യം എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? എന്താ എസ്കേപ്പ് വെലോസിറ്റി? ഇറ്റ് ഈസ് എ മിനിമം വെലോസിറ്റി റിക്വയർഡ് എന്തിനു വേണ്ടി? ടു എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എ പ്ലാനറ്റ്. അപ്പോൾ ഒരു സപ്പോസ് എർത്താണ്. എർത്ത് നമ്മളൊരു ബോഡി മേലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആ എറിഞ്ഞിരിക്കുന്ന ബോഡി തിരിച്ചു വരാതെ എർത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ എർത്തിലേക്ക് തന്നെ വരാതെ
അങ്ങോട്ട് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വെലോസിറ്റി ആണോ മിനിമം കൊടുക്കേണ്ടത്, ആ മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. ഇപ്പോൾ നമ്മളൊരു കല്ല് ഇങ്ങനെ എറിയുന്നു, താഴേക്ക് വരുന്നു, ബിക്കോസ് ആ എറിഞ്ഞിരിക്കുന്ന വെലോസിറ്റി അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ മേലെ പോയിട്ടില്ല. അങ്ങനെ എറിഞ്ഞ് ഒരു സെർട്ടൻ വെലോസിറ്റിയിൽ എറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, തിരിച്ചിങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഒരു പ്ലാനറ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്ത് കടക്കാൻ ആവശ്യമായിരിക്കുന്ന മിനിമം വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി അല്ലേ. ഇറ്റ് ഈസ് ദി മിനിമം വെലോസിറ്റി റിക്വയർഡ് ടു എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ pull of a planet, gravitational attraction of a planet എന്ന് പറയാം. ദാറ്റ് ഈസ് കോൾഡ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് നോക്കാം, ശ്രദ്ധിക്കും. ഈ കാണുന്നത് ഞാനിപ്പോൾ ഈ വരച്ച് വെച്ചിരിക്കുന്നത് എർത്താണ്. ഈ എർത്ത് ഓർ എനി പ്ലാനറ്റ്, അതിൻ്റെ മാസ് m, അതിൻ്റെ റേഡിയസ് r ആയിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നു. ഈ പ്ലാനറ്റിൻ്റെ സർഫേസിൽ നിന്ന് ഒരു ബോഡി ഓഫ് മാസ് m ഉള്ള ഒരു ബോഡിയെ ഞാൻ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഇനി ഈ ബോഡി പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എസ്കേപ്പ് ചെയ്ത് പോകണം, തിരിച്ചിങ്ങോട്ടേക്ക് വരരുത്. അപ്പോൾ അങ്ങനെ തിരിച്ചു വരാത്ത രീതിയിൽ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ മിനിമം എത്ര വെലോസിറ്റി വേണം, ആ വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ അതിനെ മുകളിലേക്ക് പറഞ്ഞു വിടാൻ ആവശ്യമായിരിക്കുന്ന വെലോസിറ്റി, അതാണ് എസ്കേപ്പ് വെലോസിറ്റി, ഒരു മിനിമം വെലോസിറ്റി. ആ വെലോസിറ്റിയാണ് VE എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ ബോഡി സർഫേസിൽ നിൽക്കുമ്പോൾ അറ്റ് സർഫേസ് ഈ ബോഡിയെ നമ്മൾ സർഫേസിൽ നിർത്തുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mVE² ആണ് അല്ലേ. VE എസ്കേപ്പ് വെലോസിറ്റി, ആ ബോഡിക്ക് എസ്കേപ്പ് ചെയ്ത് പോകാൻ ആവശ്യമായിരിക്കുന്ന മിനിമം വെലോസിറ്റി. ഇനി സർഫേസിൽ നിൽക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -gmm /r എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനാണ് -gmm/r. അപ്പോൾ സർഫേസിലെ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു 12 mVE² -gmm/r എന്ന് കിട്ടും. ഇതാണ് സർഫേസിലുള്ള ടോട്ടൽ എനർജി. ഇനി ഈ പ്ലാനറ്റിനെ നമ്മൾ എസ്കേപ്പ് ചെയ്ത് ഇതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് അതിങ്ങനെ പോയി ഒരു മാക്സിമം ഡിസ്റ്റൻസ് വരെ പോയി. മാക്സിമം ഡിസ്റ്റൻസ് ഞാനിവിടെ ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് അസ്യൂം ചെയ്യാണ്. ഇത്രയും ദൂരത്തിലേക്ക് പോയി കഴിഞ്ഞു. ഈ ഒരു ദൂരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നില്ല നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അറ്റ് ഇൻഫിനിറ്റിയിൽ എന്താണ് പ്രത്യേകത നോക്കാം. ഇൻഫിനിറ്റിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി ബിക്കം 0. കാരണം നമ്മൾ എർത്തിൻ്റെ സർഫേസിന് ഈ ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു വെലോസിറ്റി പോയി ഗ്രാവിറ്റേഷൻ പുള്ളൊക്കെ കടന്നു കഴിഞ്ഞാൽ സെർട്ടൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി അവിടെ 0 ആയി. അപ്പോൾ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോഴത്തേനും ആ ബോഡി റെസ്റ്റിലേക്ക് വന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറി. പൊട്ടൻഷ്യൽ എനർജി ഓൾസോ 0. എന്തേ പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ള കാരണം പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം -gmm/r ആണ്. r എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഇവിടെ? r എന്ന് പറഞ്ഞാൽ ഈ പ്ലാനറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണിത്. അപ്പോൾ ഇവിടെ സർഫേസിൽ നിൽക്കുമ്പോൾ r = ക്യാപിറ്റൽ R ആണ്. ഇത് പോയി ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ r = ആയിട്ട് മാറും. -gmm/∞ എന്ന് വരും. 1/∞ 0 ആയിട്ട് മാറും. അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ 0 ആയത്. അപ്പോൾ ടോട്ടൽ എനർജി അറ്റ് ഇൻഫിനിറ്റിയിൽ എടുക്കുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ നമ്മൾ സർഫേസിലെ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു, ഇൻഫിനിറ്റിയിലെ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. ഈ രണ്ട് ടോട്ടൽ എനർജി നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും 12 mVE² -gmm/r that is equal to 0. Total energy at the surface is equal to total energy at infinity. അപ്പോൾ രണ്ട് ഇക്വേറ്റ് ചെയ്തു. സോ 12 mVE² is equal to gmm/r എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോഡിയുടെ മാസ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. സോ VE² is equal to 2gm/r എന്നും എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് √2gm/r എന്ന് കിട്ടും. ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി. ഈ ഇക്വേഷൻ നമുക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി. നമ്മൾ ഏത് ബോഡിയാണോ എസ്കേപ്പ് ചെയ്യിക്കുന്നത് ആ ബോഡിയുടെ മാസിന് എസ്കേപ്പ് വെലോസിറ്റി ഒരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നോക്കുക, എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്, ക്യാപിറ്റൽ M, ആൻഡ് റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ്. ഏത് പ്ലാനറ്റിനാണോ നമ്മൾ അതിന് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മാസും റേഡിയസും ആണ്
പിന്നെ ജി ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ സ്മോൾ എം മാസ് ഓഫ് ദി ബോഡി എന്ന് പറയുന്ന ടേം കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡിയാണ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചു. ഇറ്റ് ഈസ് √2gm/r. ചെയ്യുന്ന വിധം നമുക്കറിയാം. സർഫേസിലുള്ള എനർജി കണ്ടുപിടിക്കുക, ടോട്ടൽ എനർജി കിട്ടും, ഇൻഫിനിറ്റിയുള്ള എനർജി കിട്ടും. ആ രണ്ട് ടോട്ടൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ടോട്ടൽ എനർജിയെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ 2019 മാർച്ചിലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ടൈം പീരീഡ് ഓഫ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്നാണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ എർത്തായിട്ട് കൺസിഡർ ചെയ്യാണ്. എർത്തിൻ്റെ സർഫേസിൽ നിന്ന് ഒരു സെർട്ടൈൻ ഹൈറ്റിൽ ഒരു ഫിക്സ്ഡ് പൊസിഷനിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന സാറ്റലൈറ്റാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഈ സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത, എർത്ത് കറങ്ങുന്ന അതേ ആംഗുലാർ വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ തന്നെ കറങ്ങുന്ന സാറ്റലൈറ്റാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അപ്പോൾ എർത്ത് കറങ്ങുന്ന പോലെ എർത്ത് കറങ്ങുന്ന അതേ ഡയറക്ഷനിൽ അതേ ആംഗുലാർ വെലോസിറ്റിയിൽ കറങ്ങുന്നത് കാരണം എർത്തിൻ്റെ സർഫേസിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സാറ്റലൈറ്റ് റെസ്റ്റിൽ നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ജിയോ സ്റ്റേഷനറി എന്ന് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. യൂഷ്വലി അത് എർത്ത് കറങ്ങുമ്പോൾ എർത്തിൻ്റെ കൂടെ തന്നെ കറങ്ങാണ്, പക്ഷേ റിലേറ്റീവ് വെലോസിറ്റി 0 ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് റെസ്റ്റിൽ നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഈ സാറ്റലൈറ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങുന്ന ഈ ഓർബിറ്റിനെ നമ്മൾ പാർക്കിംഗ് ഓർബിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന് ടൈം പീരീഡ് എന്നുള്ളതാണ്. ടൈം പീരീഡ് 24 hour ആണ്. കാരണം എർത്ത് കറങ്ങാൻ എടുക്കുന്ന സമയം 24 hour ആണ്. അതേ സമയത്ത് തന്നെ ആയിരിക്കും ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 hour ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. ടൈം പീരീഡിന് എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കും, ഇതൊരു പ്ലാനറ്റ്, ഏതോ ഒരു പ്ലാനറ്റ്. ആ പ്ലാനറ്റിന് ചുറ്റും കറങ്ങുന്ന ഏതോ ഒരു സാറ്റലൈറ്റ്, സംതിങ് സാറ്റലൈറ്റ്. ഞാൻ വേണമെങ്കിൽ ഇതിനെ എർത്തും മൂണായിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇത് പ്ലാനറ്റ്, സാറ്റലൈറ്റ്. അപ്പോൾ ഏതൊരു ബോഡിയും കറങ്ങണമെങ്കിൽ അതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പ്ലാനറ്റിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഈ സാറ്റലൈറ്റ് കറങ്ങുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് പ്ലാനറ്റിന് ചുറ്റും ഈ സാറ്റലൈറ്റ് കറങ്ങുന്നത് സർക്കുലർ ഓർബിറ്റിലാണ് എന്നുള്ള അസംഷനിലാണ് ഈ ഡെറിവേഷൻ എടുക്കുന്നത്. ഓക്കെ, എനിവേ ഈ പ്ലാനറ്റിന് ചുറ്റും ഈ സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങുമ്പോൾ അതിന് കറങ്ങാൻ ആവശ്യമായിരിക്കുന്ന ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഈ പ്ലാനറ്റും ഈ സാറ്റലൈറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് കൊടുക്കാം, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് gmm/r² ആണ്. ഇവിടെ m എന്ന് പറയുന്നത് മാസ് ഓഫ് ദി പ്ലാനറ്റും സ്മോൾ m എന്ന് പറയുന്നത് മാസ് ഓഫ് സാറ്റലൈറ്റും. ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലാനറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ r. സോ ഇവിടുന്ന് ഒരു ആറും നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് mv² നമ്മൾ കട്ട് ചെയ്തു. സോ v² = gm/r എന്നും ആൻഡ് v = √gm/r എന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് കാണാൻ നമുക്കറിയാം ടൈം പീരീഡ് t എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2πr ബൈ വെലോസിറ്റി. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി ഇത് കറങ്ങുന്ന പെരിമീറ്റർ 2πr ആണ്. 2πr ബൈ വെലോസിറ്റിയാണ്. അപ്പോൾ r എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് കറങ്ങുന്ന സർക്കംഫറൻസ്, അതാണല്ലോ 2πr ബൈ വെലോസിറ്റി ചെയ്താൽ ടൈം പീരീഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് t = 2πr ബൈ വെലോസിറ്റി ഇതേ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ √gm/r. സോ t = 2π × r × √r/gm എന്ന് വരും. സോ t = 2π, ഈ പുറത്തെടുക്കുന്ന ആറിനെ നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് r² ആയിട്ട് മാറും. r² × r r³ എന്ന് വരും. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2π × √r³ /gm.
ഇവിടെ ഈ സാറ്റലൈറ്റിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും നമ്മുടെ ഈ പ്ലാനറ്റിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും നമ്മുടെ പ്ലാനറ്റിൻ്റെ സർഫേസിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഹൈറ്റ് എച്ചുമാണെങ്കിൽ നമുക്കിവിടെ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് എന്നൊക്കെ കൊടുക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ് ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π√r³ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കൂ. Using the expression you derived above, show that motion of satellite obeys Kepler's second law. അപ്പോൾ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ നോക്കിയിട്ട് അവിടുന്ന് കെപ്ലേഴ്സിൻ്റെ ലോ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. കാണിക്കണം, ഡിറൈവ് ചെയ്യാനല്ലാതെ അത് കാണിക്കണം, ഷോ ദാറ്റ് ആണ്. എന്ത് കെപ്ലേഴ്സിൻ്റെ ലോ ഓഫ് പീരീഡ് കാണിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ടൈം പീരീഡ് ടി that is equal to 2π√r³ എന്നാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ 2π gm ഒക്കെ കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി എടുക്കുമ്പോൾ t ഈസ് പ്രൊപ്പോർഷണൽ ടു √r³ എന്ന് കിട്ടും. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ t² ഈസ് പ്രൊപ്പോർഷണൽ ടു r³ എന്ന് കിട്ടും. നമുക്കറിയാം കെപ്ലേഴ്സിൻ്റെ തേർഡ് ലോ പറയുന്നത് സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി റേഡിയസ് അല്ലെങ്കിൽ സെമി മേജർ ആക്സിസ്. നമ്മൾ സർക്കിൾ ആയതുകൊണ്ട് അതിന് റേഡിയസ് എന്ന് പറയുന്ന ഫോമിൽ പറഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് ഷോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എക്സ്പ്രഷനിൽ നിന്ന് കെപ്ലേഴ്സിൻ്റെ ലോ ഓഫ് പീരീഡ് കാണിക്കാൻ നമ്മൾ കാണിച്ചു. ഓക്കെ, ഇതാണ് 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ജൂലൈ 2018 ക്വസ്റ്റ്യനാണ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. 3 objects with a mass of 40 kg each are placed in a straight line 50 cm apart. What is the net gravitational force at the center object due to the other two? എന്നാണ് ചോദ്യം. അപ്പോൾ 3 ബോഡി നമ്മുടെ കയ്യിലുണ്ട്. 40 കിലോഗ്രാമുള്ള 3 ബോഡികൾ. അപ്പോൾ 40 കിലോഗ്രാമുള്ള ഒരു ബോഡി ഞാനിവിടെ പ്ലേസ് ചെയ്തു. ദിസ് ഈസ് 40 കിലോഗ്രാം, ഇതും 40 കിലോഗ്രാം, ഇതും 40 കിലോഗ്രാം. ഇങ്ങനെ 40 കിലോഗ്രാമുള്ള 3 ബോഡികൾ 50 സെൻറ്റിമീറ്റർ അപ്പാർട്ട് വെച്ചു എന്നാണ് പറയുന്നത്. 50 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. നമ്മുടെ ചോദ്യം വാട്ട് ഈസ് നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദി സെൻട്രൽ മാസ് എന്നാണ്. ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂ ടു ദിസ് ടു. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ അറിയാം. F ദാറ്റ് ഈസ് ഈക്വൽ ടു gmm/r² ആണ്. ഈ 2 മാസുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുക്കുമ്പോൾ നമുക്കറിയാം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡയറക്ഷൻ വെച്ച് പറയുമ്പോൾ ഞാനിത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാണ്. ഇത് ഫസ്റ്റ് മാസ്, ഇത് സെക്കൻഡ് മാസ്, ഇത് തേർഡ് മാസ്. അപ്പോൾ ഈ ഒന്നാമത്തെ മാസ് കൊണ്ട് ഈ ബോഡിക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്കും, അതുപോലെ ഈ ബോഡിക്ക് മൂന്നാമത്തെ മാസം കൊണ്ട് ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ടേക്കും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ 2 ഫോഴ്സുകൾ, ഇതും F ആണ്, ഇതും F ആണ്. കാരണം ഒരേ മാസ് 40 ഒരേ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി 2 പേർക്കും സെയിം ആയിട്ട് വരും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെയും ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ആ 2 ഫോഴ്സുകൾ ക്യാൻസൽ ആയിപ്പോവും. സോ നെറ്റ് എഫക്റ്റ് ഓൺ ദി സെക്കൻഡ് ബോഡി അല്ലെങ്കിൽ സെൻട്രൽ ബോഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബിക്കോസ് ഫസ്റ്റ് ഫോഴ്സും സെക്കൻഡ് ഫോഴ്സും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്, സെയിം മാസ് സെയിം ഡിസ്റ്റൻസ്. സോ അത് ക്യാൻസൽ ആയിട്ട് നെറ്റ് ഫോഴ്സ് ഓൺ ദി സെൻട്രൽ ബോഡി ഈസ് 0. ഓക്കെ, ജൂലൈ 2018 മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സാറ്റലൈറ്റ് ആർ ഒബ്ജെക്ട്സ് വിച്ച് റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത്. നമുക്കറിയാം നമ്മുടെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒബ്ജെക്ട്സ് ആണ് സാറ്റലൈറ്റ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡയറക്ഷൻ ഓഫ് റെവല്യൂഷൻ ഓഫ് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ഈസ് ഫ്രം എന്നാണ് ചോദിക്കുന്നത്. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് എങ്ങനെയാണ് കറങ്ങുന്നത്? നമുക്കറിയാം ജിയോ സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് തന്നെയാണ്. എർത്ത് കറങ്ങുന്ന പോലെ എർത്തിൻ്റെ അതേ ആംഗുലാർ വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ കറങ്ങുന്ന സാറ്റലൈറ്റ് ആണ് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്. അപ്പോൾ എർത്ത് കറങ്ങുന്ന ഡയറക്ഷൻ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് കറങ്ങുന്നതും അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെർത്ത് വെസ്റ്റ് ഈസ്റ്റ്, നമ്മുടെ സാറ്റലൈറ്റ് കറങ്ങുന്ന വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കായിരിക്കും. അപ്പോൾ ഇത്തരം സാറ്റലൈറ്റ് ആണ് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്. അതേത് ഡയറക്ഷനിൽ കറങ്ങുന്നതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഈസ്റ്റ് ടു വെസ്റ്റ്, വെസ്റ്റ് ടു ഈസ്റ്റ്, നോർത്ത് ടു സൗത്ത്, അപ്പോൾ ആൻഡ് സൗത്ത് ടു നോർത്ത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്, വെസ്റ്റ് ടു
ഈസ്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് എന്നാണ്. ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്നറിയണം. നമ്മൾ നേരത്തെ കണ്ടു, അല്ലെങ്കിൽ നമുക്ക് ഇതാ പറയാം, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെ ഡിറൈവ് ചെയ്ത് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി യു എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇൻറ്റു മാസ് ചെയ്താൽ മതി. പൊട്ടൻഷ്യൽ ഇൻറ്റു മാസ് ആണ് പൊട്ടൻഷ്യൽ എനർജി. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി യു ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ വി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ ആണ്. സോ മൈനസ് ജി എം ബൈ ആർ ഇൻറ്റു എം, ദിസ് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഫ് എം വി സ്ക്വയർ തന്നെയാണ്. വി എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് കറങ്ങുന്ന വെലോസിറ്റിയാണ്. സാറ്റലൈറ്റ് കറങ്ങുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റിയാണ്. ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, റൂട്ട് ജി എം ബൈ ആർ. റൂട്ട് ജി എം ബൈ ആർ ആണ് ഓർബിറ്റൽ വെലോസിറ്റി. ദർഫോർ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എടുക്കുമ്പോൾ അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ജി എം ബൈ ആർ എന്നും കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ 2r എന്നും കിട്ടും. ദിസ് ഈസ് കൈനറ്റിക് എനർജി. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചോദിക്കുന്ന ടോട്ടൽ എനർജിയാണ്. ദർഫോർ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ജി എം എം ബൈ ആർ പ്ലസ് കൈനറ്റിക് എനർജി ജി എം എം ബൈ 2r അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ? മൈനസ് ജി എം എം ബൈ 2r എന്ന് കിട്ടും. ദിസ് ഈസ് അവർ ആൻസർ. ഇതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഫോർ എ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് എന്നാണ്. ആംഗുലാർ വെലോസിറ്റി നമുക്കറിയാം, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തീറ്റ ബൈ ടി. അപ്പോൾ ഒരു തവണ കറങ്ങുമ്പോൾ സാറ്റലൈറ്റ് ഒരു തവണ പ്ലാനറ്റിനെ റിവോൾവ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ആംഗിൾ 2π. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ആണ്. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ടൈം പീരീഡ് 24 ഹവർ ആണ്. സോ 24 ഹവർ. സോ നമ്മളിവിടെ 2 ഇൻറ്റു പൈൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.14 ഡിവൈഡ് ബൈ 24. സോ ഇവിടെ 2, 24, 12, 3.14 ബൈ 12 ചെയ്യുമ്പോൾ 12 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 0.26 റേഡിയൻ പെർ ഹവർ. യൂണിറ്റ് ശ്രദ്ധിക്കണം, ഇത് ഹവറിലാണ്. റേഡിയൻ പെർ ഹവർ ആണ് നമ്മുടെ ആംഗുലാർ വെലോസിറ്റി.